തമിഴകത്തിന്റെ ദളപതി വിജയുടെ സിനിമാ ജീവിതത്തിലെ അവസാന ചിത്രം ജനനായകൻ അങ്ങനെ തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുന്നു. 30 വർഷത്തോളം ആരാധകരെ കൈയടിപ്പിച്ച മാസ് റൊമാൻറ്റിക് ഹീറോയുടെ ലാസ്റ്റ് ഡാൻസ്. ഈ വർഷം ആദ്യം പൊങ്കൽ റിലീസായി എത്തേണ്ടിയിരുന്ന ചിത്രം സെൻസസ് സർട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ കാരണം വരാൻ കുറച്ചധികം വൈകി. പക്ഷേ ആ വരവ് വെറുതെയല്ല. തനിക്ക് പറയാനുള്ള രാഷ്ട്രീയം മാസ് മസാല എലിമെന്റുകൾ ചേർന്ന ഒരു പക്ക എന്റർടൈനറിലൂടെ പറയുകയാണ് വിജയ്. സിനിമയുടെ ടൈറ്റിൽ കാർഡ് സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ തന്നെ വിജയ് ആരാധകർ ആവേശത്തിലാകും. നിങ്ങളുടെ നായകൻ ഇന്ന് ഇളയ ദളപതിയല്ല, സാക്ഷാൽ തമിഴക മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് സിനിമ തുടങ്ങുന്നത്. പിന്നീട് അങ്ങോട്ട് ദളപതി വെട്ടിക്കൊണ്ടാനെന്ന കഥാപാത്രമായി TVK അധ്യക്ഷൻ അവതരിക്കും. അനിരുദ്ധിന്റെ ഹൈ എനർജി പാട്ടുകൾക്ക് ഡാൻസ് ചെയ്യും. എതിരാളികളെ അടിച്ച് നിലംപരിശാക്കും. ഇതിനെല്ലാം മുകളിൽ തന്റെ പൊളിറ്റിക്കൽ ഫിലോസഫി വ്യക്തമായി പറയും. സ്ട്രെയിറ്റ് ആക്ഷൻ, സ്ത്രീ ശാക്തീകരണവും ഭരണഘടനയും ദേശീയ പതാകയും നിറഞ്ഞു നിൽക്കുന്ന സംഭാഷണങ്ങൾ, ഇമേജുകൾ. തമിഴകത്തെ ജനാധിപത്യത്തെ രക്ഷിക്കാനുള്ള അവതാരമായി മാറുകയാണ് നായകൻ. MGRന്റെ പിൻഗാമിയാണ് താനെന്ന് സിനിമയിലൂടെ പറഞ്ഞു വെക്കുന്ന വിജയ് തന്റെ എതിർകക്ഷികളെ പരോക്ഷമായി പലപ്പോഴായി കടന്നാക്രമിക്കുന്നതും കാണാം. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് എഴുതിയ സംഭാഷണങ്ങളാണ് ഇതിൽ പലതുമെന്ന് വ്യക്തം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ വിജയ് മുഖ്യമന്ത്രിയായെങ്കിലും ജനനായകന് ഇപ്പോഴും പ്രസക്തിയുണ്ട്. ഒരു സൂപ്പർ സ്റ്റാർ CMന് ചേർന്ന ചിത്രം. നമുക്ക് വേണ്ടി ആദ്യം കേൾക്കുന്ന ശബ്ദം അടി അയാളുടേതാകുമെന്നാണ് സിനിമ പറഞ്ഞു വെക്കുന്നത്. ആകത്തുകയിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നമ്മൾ കണ്ട വിജയുടെ മാസ് പൊളിറ്റിക്കൽ പ്രസംഗങ്ങളുടെ സിനിമാറ്റിക് അഡാപ്റ്റേഷനാണ് ജനനായകൻ. ആരാധകർക്ക് കൈയടിക്കാനും വിസിലടിക്കാനുമായി ഒരുക്കിയ എന്റർടൈനർ. പക്ഷേ അത് ബാലയ്യ യൂണിവേഴ്സിലാണ് എന്നത് വലിയ നിരാശ തന്നെയാണ്. വിജയെപ്പോലെ മാസിനെ ആകർഷിച്ച ഒരു നായകന്റെ അവസാന ചിത്രം ഒരു ഒറിജിനൽ സ്ക്രീൻ പ്ലേ അടിസ്ഥാനമാക്കി ആകാമായിരുന്നു. സിനിമയുടെ അധിക ഭാഗവും നന്ദമുരി ബാലകൃഷ്ണയുടെ ഭഗവന്ത് കേസരി എന്ന ചിത്രത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നതെന്ന് സംവിധായകൻ H. വിനോദ് നേരത്തെ തന്നെ വെളിപ്പെടുത്തിയതാണ്. അതിലേക്ക് വിജയുടെ രാഷ്ട്രീയ ഡയലോഗുകൾ ചേർക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. പിന്നെ സംവിധായകൻ്റെതായി സെക്കൻഡ് ഹാഫിൽ ചെറിയ ചില മാറ്റങ്ങൾ. അതുപക്ഷേ സിനിമയ്ക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണം ചെയ്തു എന്ന് പറയാൻ സാധിക്കില്ല. സദരംഗവേട്ടയും തീരനധികാരമൊണ്ടും എടുത്ത H. വിനോദിനെ പ്രതീക്ഷിച്ച് ഈ സിനിമയ്ക്ക് വരരുത്. ഇത് തുനിവെടുത്ത വിനോദാണ്. സിനിമയിലെ മറ്റൊരു പോരായ്മ ബോബി ഡിയോൾ അവതരിപ്പിച്ച വില്ലൻ കഥാപാത്രമാണ്. ആ വില്ലൻ ദളപതിക്ക് ഒരു ഇരയായി തോന്നിയില്ല. അതുപോലെ പൂജ ഹെഗ്ഡെ അവതരിപ്പിച്ച കഥാപാത്രം വെറും നിഴൽ. എന്നാൽ മമിത ബൈജു അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു എന്ന് തന്നെ പറയണം. തെലുങ്കിൽ ശ്രീലീല അവതരിപ്പിച്ച കഥാപാത്രത്തെ ആ ശൈലിയിലല്ല മമിത സമീപിച്ചിരിക്കുന്നത്. ആക്ഷൻ രംഗങ്ങളിൽ മികച്ച പ്രകടനമാണ് നടി പുറത്തെടുത്തിരിക്കുന്നത്. ആരും കൈയടിച്ചു പോകും. ജനനായകൻ എന്ന ചിത്രം എല്ലാ കാലവും സിനിമാ പ്രേമികൾ ഓർത്തിരിക്കും. കാരണം അത് തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കിയ ഒരു നടന്റെ അവസാന ചിത്രമാണ്. അതിനപ്പുറത്തേക്ക് ഈ സിനിമ ഒന്നും വാഗ്ദാനം ചെയ്യുന്നില്ല. ബാലയ്യ യൂണിവേഴ്സിൽ ദളപതി ഇങ്ങനെ ഉച്ചത്തിൽ വിസിലടിക്കുകയാണ്. രാഷ്ട്രീയത്തിൽ നിന്ന് ഇനി തിരിച്ചു പോകാൻ പ്ലാനില്ലെന്ന് അണികൾക്ക് ഉറപ്പ് നൽകുകയാണ്. ആ വൺ ലാസ്റ്റ് ഡാൻസ് ഇങ്ങനെ വേണമായിരുന്നോ എന്ന് ഇന്നല്ലെങ്കിൽ നാളെ ചോദ്യമുയർന്നേക്കാം. അതിൽ ആരാധകരുടെ ഭാഗത്താണ് 100% ന്യായം.